ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 12ാമത്തെ അധ്യായമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ കുഞ്ഞൊരു ചാനൽ വേറെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ചെറിയ 3 മിനിറ്റ് 2 മിനിറ്റൊക്കെയുള്ള കഥകളാണ് അതിൽ വരിക. ചാനലിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. കാണാത്ത തീരങ്ങൾ അധ്യായം 12. അല്ലിമ സന്ദീപിനെ നോക്കി. തനിയെ എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ചില ചെടികളില്ലേ, ചില ഓർക്കിഡൊക്കെ പോലെ. മനസ്സിലായി. അവൻ്റെ വിശദീകരണം കേട്ട് അല്ലിമയ്ക്ക് ചിരി വന്നു. സന്ദീപ് അവളെ കുളക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുളത്തിലെ ജലപ്പരപ്പിന് സുതാര്യമായ പച്ച നിറമായിരുന്നു. പതിഞ്ഞു പടരുന്ന പായൽക്കൂട്ടങ്ങൾ തമ്മിൽ കൈകോർത്ത് കിടക്കുന്നു. ജലപ്പരപ്പിന് മീതെ കുളത്തിലേക്കുള്ള കരിങ്കൽ പടിക്കരികെ പഴയ കുളിപ്പുര ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഇതെന്താണ് ഇങ്ങനെയെന്ന മട്ടിൽ അല്ലിമ സന്ദീപിനെ നോക്കി. ഇവിടെ ആരും ഇപ്പോൾ കുളിക്കാറൊന്നും വരാറില്ല. പണ്ട് ഈ കുളക്കര ഭയങ്കര രസമായിരുന്നു, സന്ദീപ് പറഞ്ഞു. ദാ കരിങ്കല്ല് പടികളെ പകുത്തെടുത്തോണ്ടുള്ള നടുഭിത്തിയുണ്ടല്ലോ, അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊന്നല്ല. അന്ന് ഭിത്തിക്കപ്പുറത്ത് പുരുഷന്മാരുടെ കുളിക്കടവ്, ഇപ്പുറത്ത് സ്ത്രീകളുടെ. പക്ഷേ കരയിലല്ലേ ഭിത്തി കെട്ടാൻ പറ്റൂ. കുളത്തിലേക്ക് നീന്തി ചെല്ലുമ്പോൾ എല്ലാം ഒന്നാ. വെള്ളത്തിനടിയിൽ കൂടിയും മുകളിൽ കൂടിയുമെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പ്രണയരംഗങ്ങൾ. എത്രമാത്രം കണ്ണീര് ഈ കുളത്തിൽ കലർന്നിട്ടുണ്ട്. ആ നടുഭിത്തിക്കപ്പുറം ഇപ്പുറം നിന്ന് ബഷീറിൻ്റെ മതിലുകളും മന്ത്രിച്ചിട്ടുണ്ട്. നന്ദുവേട്ടൻ എങ്ങനെ അറിയാം? കണ്ടിട്ടുണ്ടോ? അല്ലിമ അത്ഭുതം കൂറി. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഭൂമിയിലോട്ട് വന്നപ്പോഴേക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളായില്ലേ എല്ലാ വീട്ടിലും. കുളത്തിനപ്പുറം പുരയിടം, തെങ്ങ്, പ്ലാവ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ. കുളത്തിനപ്പുറം കാട് പോലെ മരങ്ങൾ ഇടതങ്ങിയ കാവ്. അതിനുമപ്പുറം വിശാലമായ പാടശേഖരം. നമ്മുടെ പ്രളയകാലം ഓർക്കുന്നില്ല അല്ലേ? സന്ദീപ് ചോദിച്ചു. അയ്യോ, അത് മറക്കാനോ? എന്ത് രസം അത് ഓർക്കാൻ. നിങ്ങൾക്ക് രസമായിരിക്കും, പക്ഷെ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചവർക്ക് ഒരു രസവും കാണില്ല. നന്ദന ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞു. അതിൻ്റെ കെടുതികൾ അനുഭവിച്ചരാ ഞങ്ങളും, അല്ലിമ പറഞ്ഞു. അതൊക്കെ എന്ത് നിസാരം, നന്ദന പിറുവിറുത്തു. പാടത്തു നിന്നും കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാറ്റത്ത് അല്ലിമയുടെ മുടി ഒരൊതുക്കവുമില്ലാതെ മുഖത്തെമ്പാടും പാറിപ്പറന്ന് കളിച്ചു. സന്ദീപിന് അത് കണ്ടിട്ടും മതി വരുന്നില്ല. എനിക്കൊരു സംശയം, നന്ദന ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്താ നിൻ്റെ സംശയം? അല്ലിമ അവളെ നോക്കി. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ എന്ന്. നന്ദന രണ്ടുപേരുടെയും നോർക്ക് കള്ളനോട്ടം നോക്കി. ഇല്ലടി മോളെ, നീ കട്ടുറുമ്പല്ല, നല്ല ഉറുമ്പാണ്. അല്ലിമ അവളുടെ തോളത്ത് കൈയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെയും കൂടി അവളങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് സന്ദീപ് കൊതിച്ചുപോയി. അധ്യായം 20. ജയദേവൻ നമ്പ്യാർ വരികയാണെങ്കിൽ കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് രാജഗോപാലും മക്കളും ഏകദേശം 2 മണിക്കൂറിലധികം സന്ദീപിൻ്റെ വീട്ടിൽ ചെലവഴിച്ചു. ആലപ്പുഴയിൽ നിന്നും ഹരിപ്പാട്ടെത്താൻ 1 മണിക്കൂറിൽ താഴെ സമയം മതിയെന്ന് എല്ലാവർക്കും അറിയാം. രാജശ്രീ ഇടയ്ക്ക് ജയദേവൻ നമ്പ്യാരെ ഫോണിൽ വിളിച്ച് തിരക്കുകയും ചെയ്തു. ഉടനെ എങ്ങാനും വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഇല്ല. അവർ പോയില്ലേ? ജയദേവൻ നമ്പ്യാരുടെ മറുചോദ്യം വന്നു. ജയേട്ടൻ വരുമോ എന്ന് 2-3 തവണ ചോദിച്ചു. വരില്ലെന്ന് പറഞ്ഞേക്ക്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ വരുന്നതല്ലേ നല്ലത്. നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. അതല്ല നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതല്ലേ, എന്തിനാ കൂടെ പറയുന്നത്? എന്നാൽ അവർ പോയിക്കോട്ടല്ലേ. അതല്ല ആദ്യമേ പറഞ്ഞത്. നമ്മളെ കാണാൻ വരുന്നവർ അതിനായിട്ട് മാത്രം വരണം. അല്ലാതെ എവിടെയോ യാത്ര പോയി തിരിച്ചു വരണ വഴിക്ക് വഴിയമ്പലത്തിൽ കയറുന്ന പോലെ വരികയല്ല വേണ്ടത്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സംഭവം എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അത് ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും കുത്തകയല്ല. ശരി, സമ്മതിച്ചു, വയ്ക്കട്ടെ. മറുവശത്ത് നിന്ന് മുകളിൽ സമ്മതം കിട്ടിയ ഉടൻ രാജശ്രീ ഫോൺ വെച്ചു. അതിനുശേഷം ലിവിങ് റൂമിൽ വന്ന അതിഥികളോട് പറഞ്ഞു. ചേട്ടൻ ഭയങ്കര ബിസിയാണ്, വരാൻ പറ്റുമെന്ന് തോന്നില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് കുറേ പെൻഡിങ് കേസുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സാരമില്ല, നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കാണേണ്ടതല്ലേ. അപ്പം മറക്കാതെ അല്ലിമോളുടെ ജാതകം കൂടി കൊണ്ടുവരാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, രാജഗോപാൽ ഉപചാരപൂർവ്വം പറഞ്ഞ് പോകാൻ എണീറ്റു. അല്ലിമയ്ക്ക് വല്ലായ്മ തോന്നി. അവൾക്ക് സന്ദീപിനെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല.
അരമണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു. സന്ദീപിനും അതേ മനസ്സ് തന്നെയായിരുന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, സന്ദീപ് പെട്ടെന്ന് പറഞ്ഞു കേട്ട് അലിമ ആശ്ചര്യപ്പെട്ടു. അവൾ സന്ദീപിനെ നോക്കി. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാമല്ലോ, കുറച്ച് ലേറ്റാകുമായിരിക്കും. സാരമില്ല, ആലപ്പുഴ വരെ നിങ്ങളുടെ കൂടെ വരാം. പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു എറണാകുളത്തുനിന്ന് വരുവാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലിമ അർത്ഥഗർഭമായി സന്ദീപിനെ നോക്കി മന്ദഹസിച്ചു. എറണാകുളത്ത് വന്നിട്ട് അധിക നാളായില്ലല്ലോ, സന്ദീപ് അവളോട് പറഞ്ഞു. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്, രാജശ്രീ സന്ദീപിനോട് ചോദിച്ചു. അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. വെറുതെ എന്തിനാ ഒരു ലീവ് കളയുന്നത്? സന്ദീപ് വേഗം വേഷം മാറി വന്നു. അവരുടെ കൂടെ ആലപ്പുഴ വരെ പോയിട്ട് സന്തുവേട്ടന് എന്ത് കിട്ടാനാ? നന്ദന ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു ചോദ്യം ആത്മകഥം പോലെ ചോദിച്ചു. എന്ത് കിട്ടുമെന്നോ? നല്ല മീൻ കിട്ടുമടി, സന്ദീപ് അവളെ പരിഹസിച്ചു പറഞ്ഞു. അപ്പം ഞാനും വരട്ടെ എന്നായി. വേണ്ട വേണ്ട, നിനക്കിവിടെ വേറെ പണിയില്ലേ, സന്ദീപ് ശാസിച്ചു. കാറിൽ കയറാൻ വേണ്ടി മുറ്റത്തെത്തിയ സന്ദീപ് രാജഗോപാലിനോട് പറഞ്ഞു. അല്ലിമ്മ എൻ്റെ കാറിൽ കയറിക്കോട്ടെ, ആലപ്പുഴ വരെ ഞങ്ങൾക്ക് സംസാരിച്ച് പോകാലോ. അത് വേണമോ എന്ന് രാജഗോപാൽ ആദ്യമൊന്ന് സന്ദേഹിച്ചു. അനന്തരം ശരി എന്ന് പറഞ്ഞ് സമ്മതം മൂളി. അല്ലിമയ്ക്ക് നേരിയ ചമ്മലുണ്ടായിരുന്നു. സന്ദീപ് ഡോർ തുറന്നു പിടിച്ചു. അല്ലിമ കാറിൽ കയറിയിരുന്നു. വൈശാലും വിന്താരിയും തൃപ്തിയില്ലാതെ നെറ്റി ചുളിച്ചു. അല്ലിമ സന്ദീപിൻ്റെ കാറിൽ കയറുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് രാജശ്രീ സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സന്ദീപ് തിരിഞ്ഞ് അമ്മയെ നോക്കി പതിയെ കൈവീശി കെട്ടി. രാജശ്രീ കൈ ആംഗ്യം കാണിച്ച് അവനെ വിളിച്ചു. സ്വിച്ച് കീ വിരലിലിട്ട് കറക്കിക്കൊണ്ട് അവൻ സിറ്റൗട്ടിൽ നിറക്കി ചെന്നു. നീ പറഞ്ഞിട്ടാണോ അവൾ നിൻ്റെ കാറിൽ കയറിയത്? രാജശ്രീ സ്വരം താഴ്ത്തി ചോദിച്ചു. അവളുടെ അച്ഛനോട് പറഞ്ഞു. അതിൽ കൂടുതലെന്താ? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു നാണം തോന്നിയില്ല നിനക്ക്? ഇതിലിപ്പോൾ നാണിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അമ്മയ്ക്കറിയില്ലേ? അവളുടെ അച്ഛനും അവളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും അറിയില്ലേ? പോരെങ്കിൽ മാരേജ് പോലും തീരുമാനിച്ചു കഴിഞ്ഞു. ഫിക്സ് ചെയ്തോ? ഇല്ലല്ലോ, നിശ്ചയം കൂടി ആയിട്ടില്ല. അതൊക്കെ നടന്നോളൂ. ഞങ്ങൾക്ക് ഇവിടെ മുതൽ ആലപ്പുഴ വരെ ഒന്നിച്ചെന്തെങ്കിലുമൊക്കെ സംസാരിച്ചും പരസ്പരം കണ്ടും യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു അവസരമല്ലേ? അത് നഷ്ടമാക്കിയാൽ ഞങ്ങൾക്കല്ലേ നഷ്ടം? വേറെ ആർക്കും ഇല്ലല്ലോ. സന്തു, അവളുടെ അച്ഛനതിന് ഇഷ്ടപ്പെടുമെന്നാണോ നിൻ്റെ വിചാരം? അനിഷ്ടം തോന്നേണ്ട ഒരു കാര്യമില്ല. അവർ കാറിൽ ഞങ്ങൾക്ക് തൊട്ട് പുറകിലുണ്ടല്ലോ. ഇനി അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടാ, നാണക്കേടെന്നൊരു സംഗതിയില്ലേ? അതൊക്കെ ഉണ്ട്. പക്ഷേ നാണക്കേടും ഈ ഗോൾഡൻ ചാൻസും കൂടി തട്ടിക്കഴിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് ലാഭം. നാണക്കേട് തോറ്റുപോകും. പൊയ്ക്കോ, കൂടുതലൊന്നും പറയണ്ട. മകനോട് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ലെന്ന് കണ്ട് രാജശ്രീ വിട്ടുകളഞ്ഞു. ഓക്കെ മൈ ഡിയർ മാം, ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. സന്ദീപ് ചെന്ന് കാറിൽ കയറി. രാജഗോപാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സന്ദീപ് കാറ് തിരിച്ചു മുമ്പേ പോയി. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലിമ പറഞ്ഞു. ധൈര്യം സമ്മതിച്ചിട്ടോ? എന്ത് ധൈര്യം? അച്ഛനോട് ചോദിച്ചില്ലേ മോളെ എൻ്റെ കാറിലോട്ട് കയറ്റിക്കോട്ടെ എന്ന്? അതിനുവേണ്ടി ആ ലീവ് ക്യാൻസൽ ചെയ്ത് ഞാനിന്ന് ജോലിക്ക് പോകുന്നത് തന്നെ. അച്ഛൻ നോ പറഞ്ഞിരുന്നെങ്കിലോ? ആകെ ചമ്മലായിപ്പോയനെ. അച്ഛൻ അങ്ങനെ നോ പറയും? അച്ഛൻ്റെ മോളെ അറിയില്ലേ? എന്തറിയാമെന്ന്? അതെ, 1, അച്ഛൻ്റെ മോള് നല്ല കുട്ടിയാണെന്ന് അച്ഛനറിയാം. 2, അച്ഛൻ്റെ മോളും ഇങ്ങനൊരു റൈഡ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. 3, നമ്മൾ തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്തത്ര സ്നേഹത്തിലാണെന്ന്. 4, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ഇത്രയും അറിയാവുന്ന അച്ഛൻ നോ പറയുമോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഥവാ പറഞ്ഞാലും നമ്മുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ അച്ഛൻ അതോർത്ത് ലജ്ജിക്കേണ്ടി വരില്ലേ? മൈ ഗോഡ്, ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണോ അച്ഛനോട് ചോദിച്ചത്? ഇതൊക്കെ ഒരു സെൻസല്ലേ? അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എണ്ണി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അല്ലി പറഞ്ഞു. എന്താ അത്? അച്ഛന് ഈ ഇരിക്കുന്ന ആളെയും വിശ്വാസമുണ്ട്, ഫൗളൊന്നും കാണിക്കില്ലെന്ന്. ഹേയ്, എന്നെ അത്ര കണ്ട് പരിചയമില്ലല്ലോ. മോളെ തന്നെയാ വിശ്വാസം. അത്രയും പറഞ്ഞ് ഗിയർ ലീവറിനപ്പുറത്തേക്ക് സന്ദീപ് ഇടങ്കൈ നീട്ടി കൈപ്പത്തി മലർത്തിക്കാട്ടി. ആദ്യം കാര്യമൊന്നും മനസ്സിലാകാതെ അല്ലിമ അവനെ നോക്കി. സന്ദീപ് ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യാണ്. വളവ് തിരിവുകളില്ലാത്ത റോഡ്. സന്ദീപ് മെല്ലെ മുഖം തിരിച്ച് അല്ലിമയെ നോക്കി മന്ദഹസിച്ചു. അല്ലിമയുടെ വലതു കൈപ്പടം സന്ദീപിൻ്റെ ഇടതു കൈപ്പത്തിക്കരികിലേക്ക് നീങ്ങി. ഒരു ചിത്രശലഭം പോലെ അവൻ്റെ കൈത്തലത്തിന് മീതെ പറന്നു താണിരുന്ന പോലെ അവളുടെ കരതലം അവൻ്റെ കൈവെള്ളയെ സ്പർശിച്ചു. സന്ദീപ് അവളുടെ വിരലുകളിൽ തെറിപ്പിടിപ്പിച്ചു. അവൻ്റെ വിരലുകൾ ഇരമ്പുന്നുണ്ടായിരുന്നു. അവയിൽ നിന്നും അവളുടെ വിരലുകളിലേക്ക് വൈദ്യുതി പാഞ്ഞു. വിരലുകൾക്കിടയിലൂടെ
നൂഴ്ന്നിറങ്ങി. അവ തമ്മിൽ കെട്ടിപ്പുണർന്നു. അവ തമ്മിൽ തലോടി. ഒന്ന് മറ്റൊന്നിനെ ലാളിച്ചു. അവയോരോന്നും തമ്മിൽ ദീർഘചുംബനങ്ങളിൽ മുഴകി. രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല. അന്യോന്യം നോക്കുന്നു പോലുമില്ല. വാക്കുകൾക്ക് അർത്ഥമില്ല, നോട്ടങ്ങൾക്കുമില്ല. ഹൃദയം പാടുകയാണ്. ഓരോ വിരലും തന്ത്രികളായി അതിമനോഹരമായ സംഗീത ധ്വനികൾ ഉയർത്തുന്നു. രാഗനിർദ്ധരികൾ ഉതിരുന്നു. അലൗകികമായൊരു നാദധാരയൊഴുകുന്നു. സന്ദീപ് അവളുടെ കൈത്തലം പിടിച്ച് മെല്ലെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ കൈപ്പത്തിയിലേക്ക് മുഖമടുപ്പിച്ച് ഒരു മൃദു ചുംബനം നൽകി. പിന്നെ അവളുടെ കൈ തിരികെ അവളുടെ മടിയിലൂടെ തന്നെ വെച്ചു. ഏതോ ചെറിയ ടൗണിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സന്ദീപ് ധൃതിയിൽ ഗിയർ മാറ്റുന്നത് കണ്ട് അല്ലമ്മയ്ക്ക് ചിരി വന്നു. ടൗൺഷിപ്പ് കടന്നുപോയി. ഇതിനു വേണ്ടിയാണോ അടൂരിൽ നിന്ന് ഇതുവഴി വരാൻ പറഞ്ഞത്? എന്നെ വിളിച്ച് കാറിൽ കയറ്റിയത്? അല്ലിമ്മ ചോദിച്ചു. സന്ദീപിനൊരു ചെറിയ ചമ്മൽ തോന്നി. അത് ചിരി കൊണ്ടവൻ മറച്ചു. ഇതിലും കൂടുതലായിരുന്നു മനസ്സിൽ. അയ്യോ, ഇതിലും കൂടുതലോ? അതെന്തായിരുന്നു? ആ പാടവരമ്പത്തൂടെ കൈകോർത്ത് പിടിച്ച് നടക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുളക്കടവിൽ കൽപ്പടിയിൽ തോളോട് തോൾ ചാരി അല്പനേരം ഇരിക്കണമായിരുന്നു. പിന്നെ അപ്സ്റ്റെയറിലെ ഇടനാഴിയിൽ വെച്ച് ആരും കാണാതെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഞെട്ടിപ്പിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ തരണമായിരുന്നു. എൻ്റെ ഈശ്വര, ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നോ? പ്ലാനിങ് മാത്രമല്ല, റിഹേഴ്സലും പലതവണ നടന്നു എൻ്റെ മനസ്സിനുള്ളിൽ വെച്ച്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് വേറെന്താ പണി? ഇയാളെയും എന്നെയും വെച്ച് ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക, അത് എഡിറ്റ് ചെയ്യുക, ചിലതൊക്കെ റീഷൂട്ട് ചെയ്യുക, തനിയെ കണ്ട് രസിക്കുക, ഒക്കെ മനസ്സിലാണ്. ഇതിനല്ലേ വട്ടെന്ന് പറയുന്നേ? അതെ, ഡോക്ടർമാരല്ലേ നമ്മളതിന് പ്രേമെന്ന് പറയും. അല്ലിമ അത് കേട്ട് അടക്കി ചിരിച്ചു. കാറ് അമ്പലപ്പുഴ എത്തിയിരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അല്ലിമ പറഞ്ഞു, അവർ തൊട്ടു പുറകെ തന്നെ ഉണ്ടല്ലോ. ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലിങ്ങനെയല്ല. എങ്ങനെ? ഫാസ്റ്റായിട്ട് കുറേ ദൂരം ഓടിച്ച് അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകണം. എന്നിട്ട് ഏതെങ്കിലും പോക്കറ്റ് റോഡിലേക്ക് കയറി ഒതുക്കി നിർത്തണം. അവർ നമ്മളെ കാണാതെ കടന്നു പോയി കഴിയുമ്പോൾ പാട്ടൊക്കെ വെച്ച് പൊളിച്ച് തോന്നിയ വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണം. പുഴക്കരയിൽ കാറ് നിർത്തി വള്ളത്തിൽ കയറി മറുകരയ്ക്ക് പോകണം. അക്കരെയുള്ള പെട്ടിക്കടയിൽ നിന്ന് നാരങ്ങ മിഠായി വാങ്ങി നമുക്ക് രണ്ടുപേർക്കും തിന്നണം. സന്ധ്യ ആകുമ്പോഴേക്കും കാർ ഓടിച്ച് ബീച്ചിലെത്തണം. തിര വരുമ്പോൾ ചെരുപ്പും നനയാതിരിക്കാൻ തൻ്റെ കൈയും പിടിച്ച് ഓടി മാറണം. ഹൈ, എന്തു മനോഹരമായ... അല്ലിമ പറഞ്ഞപ്പോഴേക്കും സന്ദീപ് ഇടക്കേറി. നടക്കാത്ത കാര്യങ്ങളല്ലേ? അല്ലിമ ചിരിച്ചു. ശരിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ അച്ഛൻ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കും, അവൾ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ അനുസരണ കുട്ടികളായിട്ട് മര്യാദയ്ക്ക് കാറോടിച്ച് നേർവഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ടൗണിലേക്ക് കടന്നതോടെ തിരക്കായി. വാഹനങ്ങൾ നിരയായി ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. ഈ ആലപ്പുഴ ഭയങ്കര ട്രാഫിക്കാണല്ലോ? അല്ലിമ ചോദിച്ചു. ആലപ്പുഴയ്ക്ക് ബൈപ്പാസില്ല, അതാ, സന്ദീപ് പറഞ്ഞു. കുറേ പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. അത് ആലപ്പുഴയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഒരു പാലം കടന്ന് അടുത്ത പാലം കയറുമ്പോൾ തോന്നും ഇതിലെയല്ല ഇപ്പോൾ കടന്നുപോയെന്ന്. മനുഷ്യരെ ചുറ്റിക്കുന്ന പട്ടണം അല്ലേ? അല്ലിമ ദ്വയാർത്ഥത്തിൽ ചോദിച്ചു. വഴിയറിയാവുന്നവർക്കൊരു പ്രശ്നമില്ല, സന്ദീപ് പറഞ്ഞു. ഇതൊന്ന് കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറെടുക്കുമല്ലോ. എനിക്ക് ഈ തിരക്കിനിടയിൽ ഇങ്ങനെ കിടന്നെഴിയുന്നിടത്തോളം ദേഷ്യം വേറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ തിരക്കൊന്നും പോരെന്ന് തോന്നുന്നു. ഇങ്ങനെ ഉറുമ്പരിച്ച് പോണ പോലെ വണ്ടികളൊക്കെ നീങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചുകൂടെ പതിയെ പോയാൽ മതി. എനിക്ക് മനസ്സിലായിട്ടോ. എന്താണ്? ഞാൻ പറയില്ല, എന്നാലും എനിക്കറിയാം. സന്ദീപ് ഊറിച്ചിരിച്ചു. പത്രം ഓഫീസിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ സന്ദീപ് സിഗ്നലിട്ട് കാർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. രാജഗോപാലിനെ കാണാനില്ല. അച്ഛനെ വിളിക്ക്, സന്ദീപ് അല്ലമ്മയോട് പറഞ്ഞു. നമ്മൾ പത്ര ഓഫീസിലുണ്ടെന്ന് പറയണം. ഗേറ്റ് കടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വരാൻ പറയണം. സന്ദീപിൻ്റെ നിർദ്ദേശം അല്ലിമ അനുസരിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രാജഗോപാലിൻ്റെ കാർ ഗേറ്റ് കടന്ന് പാർക്കിംഗ് പ്ലേസിലേക്ക് വന്നു. സന്ദീപും അല്ലിമയും കാറിൽ നിന്നും ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവർ രാജഗോപാലിൻ്റെ കാറിനടുത്തേക്ക് ചെന്നു. ഇറങ്ങുന്നോ? ഓഫീസൊക്കെ കണ്ടിട്ട് പോവാം, സന്ദീപ് ക്ഷണിച്ചു. നോ താങ്ക്സ്, രാജഗോപാൽ അല്പം ഗൗരവത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ലേറ്റായി, ഇത്രയും വൈകുമെന്ന് പ്രതീക്ഷിച്ചില്ല,
സോറി, സന്ദീപ് ക്ഷമാപണം നടത്തി. സന്ദീപിൻ്റെ അച്ഛനൊന്ന് വിളിച്ചു പോലുമില്ലല്ലോ, രാജഗോപാൽ ചോദിച്ചു. അച്ഛനിന്ന് ഭയങ്കര ബിസിയാണ്. അച്ഛനൊരു റിസർവ്ഡ് ടൈപ്പാണല്ലേ? അങ്ങനൊന്നും ഇല്ലെന്നേ, അച്ഛൻ സിമ്പിളാ, സോ സിമ്പിൾ. എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ, അല്ലി കയറ്, രാജഗോപാൽ നിർദ്ദേശിച്ചു. സന്ദീപിനെ നോക്കി അല്ലിമ്മ പോവാണെന്ന് ആംഗ്യം കാട്ടി. അവളുടെ മുഖത്ത് വിഷാദം വന്നെന്നറിഞ്ഞത് സന്ദീപ് തിരിച്ചറിഞ്ഞു. സന്ദീപ് വലതുകൈയുടെ തള്ളവിരൽ ഉയർത്തിക്കാട്ടി വിജയാശംസകൾ നേർന്നു. അല്ലിമ്മ കാറിൽ കയറി. രാജഗോപാൽ കാറിൻ്റെ ചില്ലുയർത്തും മുൻപ് സന്ദീപ് കുനിഞ്ഞു പറഞ്ഞു, സോറി അച്ഛാ, ഞാനിത്തിരി ദുസ്വാതന്ത്ര്യം കാണിച്ചു. അല്ലേ എൻ്റെ കാറിൽ കയറ്റിയത് ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടോ? ഓ ലീവ് ഇറ്റ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രായം കടന്നല്ലേ ഞാനും പോകുന്നത്. ഒളിച്ചു വെക്കാതെ കാര്യം തുറന്നു പറഞ്ഞല്ലോ, അതെനിക്കിഷ്ടമായി. താങ്ക് യു. സന്ദീപ് എല്ലാവരുടെയും നേർക്ക് കൈനീട്ടി. രാജഗോപാൽ കാറ് തിരിച്ചു. പോട്ടെ, അടുത്ത ആഴ്ച വരാം, സന്ദീപിനോട് പറഞ്ഞിട്ട് അയാൾ ഗേറ്റിലേക്ക് കാർ ഓടിച്ചു പോയി. സൈഡ് സീറ്റിലിരുന്ന അല്ലിമ കൈ പുറത്തേക്കിട്ട് വീശിക്കാട്ടുന്നുണ്ടായിരുന്നു. അല്പം മുൻപ് വരെ തൻ്റെ തൊട്ടും തലോടിയിരുന്ന കൈയാണതെന്ന് സന്ദീപ് ഓർത്തു. അവൻ തൻ്റെ ഇടത് കൈയിലേക്ക് നോക്കി. തൻ്റെ വലത് കൈയേക്കാൾ ഭാഗ്യം ചെയ്ത കൈ ഇതാണെന്ന് അവന് തോന്നിപ്പോയി. കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വിന്ദാര ചോദിച്ചു, അല്ലി ചേച്ചി എന്തിനാ അയാൾ വിളിച്ചോടനെ ചെന്ന് കാറിൽ കയറിയത്? ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്? എന്നെ വിളിച്ചോ? അച്ഛനോടല്ലേ ചോദിച്ചത്? അല്ലിമ്മ മറുചോദ്യം ഇട്ടു. അച്ഛൻ മുഖം മുഷിയാതിരിക്കാൻ വേണ്ടി സമ്മതം മൂളിയെന്ന് വെച്ച് ചേച്ചി ഉടനെ പോയി അയാളുടെ കാറിൽ കയറണം. അച്ഛൻ സമ്മതിച്ച പിന്നെ എന്താ കുഴപ്പം? ചേച്ചി പറയണമായിരുന്നു അത് പറ്റില്ല, അച്ഛൻ്റെ കാറിൽ തന്നെ വന്നോളാന്ന്. അതല്ലേ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ എന്ത് പണിയാണ് കാണിച്ചത്? അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ അച്ഛനോട്? മോളെ ഞാൻ കാറിൽ കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന്. എന്ത് മര്യാദയത്? അത് മര്യാദ കേടാണെങ്കിൽ അച്ഛൻ പറയാൻ പറ്റില്ല എന്ന് അച്ഛനറിയാം. അച്ഛനങ്ങനെ മുഖം നോക്കുന്ന ആളല്ല. കല്യാണം ആലോചിക്കുന്ന ചെറുക്കനാണ്. വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ചായയും സ്നാക്സും ഒക്കെ തന്നു. എന്നിട്ട് അച്ഛൻ എങ്ങനെ പറയും പറ്റില്ല എന്ന്? അച്ഛനല്ലേ അതിൻ്റെ ക്ഷീണം. മാറി നിൽക്കണമായിരുന്നു ചേച്ചി. ഞാനെന്തിന് മാറി നിൽക്കണടി? എന്നെ കല്യാണം കഴിക്കാൻ പോണ ആൾ, ഐ ലവ് ഹിം, ഹീസ് ലവ് മീ. എല്ലാവർക്കും അറിയാം. രഹസ്യം ഒളിച്ചു കളിയില്ല. നേരിട്ട് വന്ന് മുഖത്ത് നോക്കി പറഞ്ഞതാ. എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് എന്നെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. അത്രയും നേരം എൻ്റെ ഒപ്പം ഇരിക്കാനും എന്നോട് സംസാരിക്കാനും വേണ്ടി. അതിലെന്താ തെറ്റ്? നിങ്ങളുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ പുറകെ തന്നെ, പിന്നെന്താ കുഴപ്പം? കല്യാണം ആലോചിച്ചതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ ഇത് തെറ്റിപ്പോകാവുന്നതേ ഉള്ളൂ. അപ്പോഴാ വിന്ദാരയുടെ ചോദ്യം കേട്ട് അല്ലിമ പാച്ചുപോയി. എന്ത് വർത്തമാനമാണടി നീ പറയുന്നത്? തെറ്റിപ്പോണമെന്നാണോ നിൻ്റെ ആഗ്രഹം? ചേച്ചിക്കറിയാലോ ആർക്കും ഇഷ്ടമില്ലായിരുന്നു എന്നുള്ള വിവരം. പിന്നെ ചേച്ചി നിർബന്ധം പിടിച്ചതുകൊണ്ട് നടത്തി തരുന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും. അല്ലിമ അമ്പരപ്പിൽ മുഖം തിരിച്ച് അച്ഛനെ നോക്കി. രാജഗോപാലിന് ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമാണ് ശ്രദ്ധയെന്ന് തോന്നി. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എൻ്റെ തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടാൻ എനിക്ക് അച്ഛനും അമ്മയുണ്ട്. അല്ലിമ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. സഞ്ജയനത്തിന് അടൂരിൽ നിന്നും ക്ഷണമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. സഞ്ജയനത്തിന് രാജഗോപാൽ ചെല്ലുമ്പോൾ കൂടെ പോരാമെന്നാണ് തീരുമാനം. പുറപ്പെടാൻ നേരം ആരെങ്കിലും കൂടെ വരുന്നോ എന്ന് ഒരിക്കൽ കൂടി രാജഗോപാൽ ചോദിച്ചെങ്കിലും ആരും താല്പര്യം കാണിച്ചില്ല. ആലപ്പുഴ വഴിയാണ് പോണതെങ്കിൽ അല്ലിച്ചേച്ചി കൂടെ വരുമായിരിക്കും, വിന്ദാര മുനവെച്ച് പറഞ്ഞു. ആലപ്പുഴയല്ല, ഹരിപ്പാട് വഴിയാണെങ്കിലും ഞാനില്ല. ഒരു തവണ പോയതിൻ്റെ കുശുമ്പ് ഇവിടെ പലർക്കും തീർന്നിട്ടില്ല, അല്ലിമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതോടെ വിന്ദാര അടങ്ങി. രാജഗോപാൽ തനിയെ കാറോടിച്ചു പോയി. തിരികെ വരുമ്പോൾ ഹരിപ്പാട് വഴി വരണമെന്ന് അയാൾ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് തന്നെ രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ വിളിച്ചു. താനിപ്പോൾ അടൂരിലേക്ക് പോവുകയാണെന്നും തിരികെ വരുമ്പോൾ കാണാനും സംസാരിക്കാനും താല്പര്യമുണ്ടെന്നും വെളിപ്പെടുത്തി. നിങ്ങൾ ജാതകമായി വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ജയദേവൻ നമ്പ്യാരുടെ സ്വരത്തിലെ പരിഭവം രാജഗോപാലിന് മനസ്സിലായി. ഇടയ്ക്കൊരു മരണം നടന്ന വിവരം പറഞ്ഞിരുന്നല്ലോ. എൻ്റെ വൈഫിന് സഞ്ജയനം വരെ അടൂർ നിൽക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് വൈകിയത്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വല്ലാതെ ലേറ്റാവില്ലേ? ജയദേവൻ നമ്പ്യാർ തിരക്കി. ഇല്ല, ചടങ്ങുകളൊക്കെ 11 മണിക്ക് മുമ്പ് കഴിയും. ഇതിലേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. ജാതകത്തിൻ്റെ കാര്യവും കല്യാണക്കാര്യവും സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. ശരി, എപ്പോഴത്തേക്ക് വരും? ഒരു 4 മണി. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാകും. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ ആയാലോ? ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്. വിവാഹക്കാര്യം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോരും.
പ്രൈവറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് റൂമുണ്ട്. നിമിഷങ്ങളോളം ആലോചിച്ച ശേഷമാണ് രാജഗോപാൽ മറുപടി പറഞ്ഞത്. ശരി, ഞങ്ങൾ വരാം. വെൽ, സി യു. ഞാൻ മോർണിംഗ് വാക്കിന് പോയിട്ട് തിരിച്ചെത്തുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് യോഗയുണ്ട്. വയ്ക്കട്ടെ. ശരി, വൈകുന്നേരം കാണാം. കോള് കട്ടായതോടെ രാജഗോപാൽ കാതിൽ നിന്നും ബ്ലൂടൂത്ത് എടുത്ത് മാറ്റി. ഇന്ന് ലീവ് എടുത്താലോ എന്ന ആലോചനയുമായി അലസമട്ടിൽ വീട്ടിൽ അങ്ങിങ്ങി ചുറ്റിത്തിരിക്കുകയാണ് സന്ദീപ്. രാജശ്രീ അവനോട് ചോദിച്ചു, എന്താ മോൻ്റെ ഉദ്ദേശം? ഇന്ന് പോണില്ലേ ഓഫീസിൽ? പോണം, പക്ഷെ അവരൊക്കെ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവണ്ടേ? നീ എന്തിനാ? അച്ഛനല്ലേ ഇവിടെ, ഞാനില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ മാത്രമായിട്ടൊരു കൂടിക്കാഴ്ച ചെയ്ത് ആദ്യമല്ലേ? ഇടയ്ക്കൊരു ഷോക്ക് അബ്സോർബർ പോലെ നിൽക്കാൻ ഞാൻ വേണ്ടേ? ഷോക്ക് അബ്സോർബറോ? ഇവിടെ എന്ത് ഷോക്കാണ് ഉണ്ടാകാൻ പോകുന്നത്? കൺഫ്രണ്ടേഷൻ നിൻ്റെ അച്ഛനും അല്ലിമയുടെ അച്ഛനും കൂടി ഗുസ്തി പിടിച്ചിട്ടാണോ? ഇവിടെ നിങ്ങളുടെ കല്യാണമല്ലേ തീരുമാനിക്കുന്നത്? അമ്മയും അച്ഛൻ്റെയും ഒരു സ്വഭാവം ഉണ്ടല്ലോ, വെട്ടൊന്ന് മുറി രണ്ട്. സന്തു, ഇവിടെ തർക്ക വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് ഡിമാൻഡുകളൊന്നുമില്ല. പൊരുത്തം നോക്കി നിശ്ചയവും കല്യാണം നടത്തിയാൽ പോരെ. അതിനിടയ്ക്ക് നിൻ്റെ ഇടപെടൽ എന്തിനാ? ഇത് മുതിർന്നവർ തമ്മിൽ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നീ ജോലിക്ക് പോകുമ്പോൾ ദിനേശ, അമ്മ തമാശ മട്ടിൽ പറഞ്ഞത് കേട്ടെന്ന് നന്ദന ചിരിച്ചു. എന്താണ് ഇത്ര വിളിക്കാൻ? സന്ദീപ് അവളുടെ നേർക്ക് കണ്ണുരുട്ടി. മോനെ ജോലിക്ക്, എന്നോട് കളിക്കാൻ വരല്ലേ? നന്ദന കളിയാക്കി. അല്ലിമ്മ വരുന്നുണ്ടോ അക്കൂടെ? ഇല്ലല്ലോ, രാജശ്രീ ചോദിച്ചു. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി, രാജശ്രീ തീർപ്പ് കൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് സന്ദീപ് ഓഫീസിലേക്ക് പോയത്. 4 മണിയായപ്പോൾ സന്ദീപ് ഓഫീസിൽ നിന്ന് വിളിച്ച് അല്ലിമ്മയുടെ അച്ഛനും അമ്മയും എവിടെ എത്തിയെന്ന് തിരക്കി. ചോപ്പാട് കഴിഞ്ഞു എന്ന് മറുപടി കിട്ടി. അപ്പോൾ തന്നെ അവൻ വീട്ടിലേക്ക് വിളിച്ച് രാജശ്രീയോട് പറഞ്ഞു, അവൻ അരമണിക്കൂറിനകം വരും, ചോപ്പാട് കഴിഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ അവിടെ ഇരുന്ന് ജോലി, രാജശ്രീ പറഞ്ഞു. 4:30 മണിയോടെ രാജഗോപാലും ശ്രീലക്ഷ്മിയും എത്തി. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. രാജശ്രീയും ജയദേവൻ നമ്പ്യാരും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് അതിഥികളെ സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ചായ സൽക്കാരം. സ്കൂൾ വിട്ടുവന്ന നന്ദനയുമായി ശ്രീലക്ഷ്മി സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഓഫീസ് റൂമിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ജയദേവൻ നമ്പ്യാരും രാജഗോപാലിനെയും കുട്ടി കോണിപ്പടി കയറിപ്പോയി. ശ്രീലക്ഷ്മിയും രാജശ്രീയും അവരുടേതായ ആഭ്യന്തര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നീങ്ങി. പച്ച വെൽവെറ്റ് വിരിച്ച വലിയ ഓഫീസ് ടേബിളിനപ്പുറം ഓഫീസ് ചെയറിലിരിക്കുമ്പോൾ താൻ വിധി കേൾക്കാനിരിക്കുന്ന കക്ഷിയാണെന്ന് രാജഗോപാലിന് തോന്നി. നിയമഗ്രന്ഥങ്ങളും വിധി പകർപ്പുകളുടെയും ഫയലുകളും ചിട്ടയായി അടുക്കിയ മേശപ്പുറം, ചുവന്ന കുഷ്യനുകളിട്ട ആഡംബര കസേരയിൽ ജയദേവൻ നമ്പ്യാർ ഉപവിഷ്ടനായി. അത് ന്യായാധിപൻ്റെ സിംഹാസനം പോലെ തന്നെ തോന്നിച്ചു. അല്ലിമ്മയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. ഇല്ല, രാജഗോപാൽ പറഞ്ഞു. അതെന്താ? പലതവണ പറഞ്ഞിട്ടും മറുപടി പറയാൻ രാജഗോപാൽ 2 നിമിഷം എടുത്തു. അവൾക്ക് ജാതകമല്ല എന്നാണ് സത്യം. ജയദേവൻ നമ്പ്യാർ രാജഗോപാലിൻ്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കിയിരുന്നു. ജാതകം നഷ്ടപ്പെട്ടാലും ജന്മതീയതിയും ജന്മനക്ഷത്രവും ജനിച്ച സമയമൊക്കെ അറിയാമല്ലോ? ഇല്ല, അതും അറിയില്ല. രാജഗോപാൽ ജയദേവൻ നമ്പ്യാരുടെ മുഖത്തുണ്ടായ അമ്പരപ്പ് മാറാൻ അല്പസമയമെടുത്തു. അയാൾ ഒന്നിളക്കി നിവർന്നിരുന്നു. മുഖത്തുണ്ടായിരുന്ന സൗമ്യതയും സൗഹൃദഭാവവും മാഞ്ഞു. അധ്യായം 21. രാജഗോപാൽ തലതിരിച്ച് വാതിലിന് നേർക്ക് നോക്കുന്നത് കണ്ട് ജയദേവൻ നമ്പ്യാർ എഴുന്നേറ്റു. വാതിൽ തുറന്നു കിടക്കുകയാണ്. ജയദേവൻ നമ്പ്യാർ പോയി അതടച്ചു. അതിനുശേഷം തിരികെ കസേരയിൽ വന്നിരുന്നു. രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ നോക്കിയിട്ട് പറഞ്ഞു, സന്ദീപും മല്ലിയും തമ്മിലുള്ള വിവാഹം ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം. അത് സാരമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോയതെന്ന് നമ്മൾ 2 പേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഉത്തരം കിട്ടിക്കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കാതിരുന്നത്. താങ്കൾക്ക് ഊഹം മാത്രമല്ലേ ഉള്ളൂ, യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി അറിയില്ലല്ലോ. നിങ്ങൾ എത്രയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞാലും യാഥാർത്ഥ്യം 2-3 വാക്കുകൾ മാത്രമാണ്. അല്ലിമ്മ നിങ്ങളുടെ മകളല്ല, ദാറ്റ്സ് ഓൾ. താങ്കൾ അങ്ങനെ കടുപ്പിച്ച് പറയരുത്. അല്ലി ഞങ്ങളുടെ മകളാണ്. അവൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ഞാനും ലക്ഷ്മിയും അല്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം, അത് നിങ്ങളുടെ മനോധർമ്മം. എനിക്ക് പറയാനുള്ളത് താങ്കൾ കേൾക്കണം. വെറുതെ ഇവിടെ വന്ന്
അല്ലി ഞങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. താങ്കളൊരു മജിസ്ട്രേറ്റാണല്ലോ. തെളിവുകളുടെ തലനാരിഴ കീറി പരിശോധിച്ചിട്ടാണല്ലോ വിധി പ്രസ്താവിക്കാറ്. രാജു രാമുവിനെ കൊന്നു എന്ന് കുറ്റം സമ്മതിച്ചാലുടൻ താങ്കൾ രാജുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ? ഇല്ല. രാജു രാമുവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി രാജുവിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം രാമുവിൻ്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ രാമു കയ്യിൽ കെട്ടി ഇസ്തിരിപ്പെട്ടുകൊണ്ട് രാജുവിൻ്റെ തലയ്ക്ക് ഒരടി കൊടുത്തതും അടിയേറ്റ് രാജു കൊല്ലപ്പെട്ടതും താങ്കൾ ഈ കേസിലെ പ്രതിയായ രാജുവിനെ മിക്കവാറും വെറുതെ വിട്ടയക്കും, ഇല്ലേ? ജയദേവൻ നമ്പ്യാർക്ക് കാര്യം മനസ്സിലായി. അയാൾ തലയാട്ടി. ശരി, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ജയദേവൻ നമ്പ്യാർ കസേരയിലേക്ക് നല്ലപോലെ ചാഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞു വെച്ചെടുത്തു തന്നെ തുടങ്ങാം. അല്ലിമ ഞങ്ങളുടെ മകളല്ല. ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ആശ്രിതൻ്റെയോ കുട്ടിയുമല്ല. അല്ല. രാജഗോപാൽ സമ്മതിച്ചു. അഡോപ്റ്റ് ചെയ്തതാണ് അല്ലേ? അങ്ങനെ പറയാൻ വയ്യ. ഞങ്ങളുടെ കയ്യിൽ വന്നു പെട്ടു എന്നതാണ് സത്യം. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇടതു കൈയിലെ തള്ളവിരലിൻ്റെ നഖം വലം കൈയാൽ നുള്ളിക്കൊണ്ടാണ് ജയദേവൻ നമ്പ്യാരെ പറഞ്ഞത്. പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലെടുക്കാൻ രാജഗോപാൽ അല്പം സമയമെടുത്തു. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പറ്റിക്കാം. കൊള്ളാവുന്ന ഏതെങ്കിലും നക്ഷത്രവും 21 വർഷത്തിന് മുമ്പത്തെ ഒരു ഡേറ്റും പറഞ്ഞിട്ട് അന്നാണ് അല്ലി ജനിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ജോത്സ്യരോട് പറഞ്ഞ് പൈസ കൊടുത്താൽ ഏറ്റവും നല്ല നാളും തീയതിയും തന്നെ അവർ ശരിയാക്കി തരും. നിങ്ങളത് വിശ്വസിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് ശരിയാണെന്ന് ജയദേവൻ നമ്പ്യാർ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ കള്ളത്തരം പൊട്ടും. എവിടെയെങ്കിലും വെച്ച് അത് പൊട്ടുന്ന ദിവസം വരും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നോട് ആരെങ്കിലും ഒരു ചതി ചെയ്താൽ അയാൾക്കതിൻ്റെ തിരിച്ചടി കിട്ടാതിരിക്കില്ലെന്ന്. ഞാൻ ഇന്നേ വരെ ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല, ആരോടും അനീതി കാണിച്ചില്ല. ഒരു ന്യായാധിപൻ്റെ നിഷ്പക്ഷത എപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ട്. എന്നോട് ആരെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നവനാണ് ഞാൻ. മനുഷ്യരെ വിചാരണ ചെയ്യാനും വിധിക്കാനും ശിക്ഷിക്കാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പക്ഷേ ഈശ്വരന് ഭൂമിയിൽ നേരിട്ട് വന്നത് ചെയ്യാൻ കഴിയാത്തതിനാൽ ചില മനുഷ്യരെ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളോട് കള്ളം പറയാൻ ഞങ്ങളുടെ മനസാക്ഷി അനുവദിച്ചില്ല. സത്യം തുറന്നു പറയാനുള്ള ഞങ്ങളുടെ ആർജവത്തെ താങ്കൾ ബഹുമാനത്തോടെ കാണും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരാൾ സത്യം പറയേണ്ടടുത്ത് കള്ളം പറയാതെ സത്യം തന്നെ പറയുന്നത് വലിയ ത്യാഗമൊന്നുമല്ല. എനിക്ക് കള്ളം പറയാമായിരുന്നല്ലോ എന്നത് വലിയ ഹൃദയവിശാലതയുമല്ല. എന്നാലും ഈ വിഷയത്തിൽ നിങ്ങൾ സത്യം വെളിപ്പെടുത്തിയതിൽ നന്ദിയുണ്ട്. എൻ്റെ ഉത്സാഹവും പ്രതീക്ഷയും ഇപ്പോൾ തന്നെ പോയി. എന്തായാലും ഇവിടം വരെ വന്നാലേ ഞാൻ ആ സംഭവം ചുരുക്കി പറയാം. രാജഗോപാലിൻ്റെ ശബ്ദത്തിൽ മ്ലാനത കലർന്നു. പറഞ്ഞോളൂ. ജയദേവൻ നമ്പ്യാർ കോട്ടുവായിട്ടു. അയാളുടെ വിരലുകൾ അലസമായി മേശപ്പുറത്തുനിന്ന പേപ്പർ വെയ്റ്റിന് മെല്ലെ തിരിക്കാനും ഉരുട്ടാനും തുടങ്ങി. ഇവിടെ ന്യായാധിപൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ നിമിഷവും താനും തൻ്റെ സത്യസന്ധതയും താൻ ഇതുവരെ പുലർത്തിപ്പോന്ന മാനുഷിക മൂല്യങ്ങളും അപമാനിക്കപ്പെടുകയാണെന്ന് രാജഗോപാലിന് തോന്നി. അല്ലിമ്മ എങ്ങനെ തങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് തുറന്നു പറഞ്ഞാൻ ഉറച്ചാണ് അയാൾ ഭാര്യയും കൂട്ടി ഹരിപ്പാട് വരെ വന്നത്. ഈ നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെ അയാളതിന് തയ്യാറായിരുന്നു. ജയദേവൻ നമ്പ്യാരുടെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി ആ കഥ അയാൾ മനസ്സിലടുക്കിയതുമാണ്. സാർ, അല്ലിമ്മ ഞങ്ങളുടെ മകളല്ല. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. അല്ല, നിങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് അതേപ്പറ്റി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സാർ, താങ്കളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞില്ലേ? ഈ കല്യാണം നടക്കില്ലെന്ന്. ജയദേവൻ നമ്പ്യാർ രാജഗോപാലിൻ്റെ കണ്ണുകളിലേക്ക് ചൂന്നു നോക്കി. ജാതകം കിട്ടുന്നില്ലെങ്കിൽ നടക്കില്ല. ഇനി ഞാനിവിടെ ഇരുന്ന് എന്തൊക്കെ കഥ പറഞ്ഞാലും നടക്കില്ലല്ലോ. അതില്ല. ജയദേവൻ നമ്പ്യാർ തലകുലുക്കി. അപ്പോൾ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, എനിക്ക് വിരോധമില്ല. ഒരപേക്ഷയുണ്ട്. നമ്മൾ തമ്മിൽ നടന്ന സംഭവം മറ്റാരും അറിയരുത്. ആരറിയരുതെന്നാണ്? മറ്റാരും. അല്ലി എൻ്റെ മകളല്ലെന്ന് ആർക്കും അറിയില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലിമ്മയ്ക്കറിയില്ലേ അവൾ നിങ്ങളുടെ മകളല്ലെന്ന്? ഇല്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അതിൽ തന്നെ ഒരു നിയമലംഘനം ഉണ്ടല്ലോ. നിങ്ങൾ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ ആ വിവരം അവളെ അറിയിച്ച് തന്നെ വളർത്തിക്കൊള്ളണമെന്നാണ് നിയമം. ഒന്നുകിൽ അന്ന് അങ്ങനെയൊരു നിയമം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ നിയമത്തെപ്പറ്റി അറിഞ്ഞിട്ടില്ലായിരുന്നു. എപ്പോഴാണോ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞത് അപ്പോഴെങ്കിലും അവളോട് വെളിപ്പെടുത്തണമായിരുന്നു. സാർ, വാസ്തവത്തിൽ അതെന്തൊരു നിയമമാണ്. അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുഞ്ഞ്
തന്നെ വളർത്തുന്നത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണെന്ന് കരുതലല്ലേ കൂടുതൽ സ്നേഹവും വിശ്വാസവും സുരക്ഷിതത്വ ബോധവും ഉള്ളത്. തന്നെ വളർത്തുന്നവർ അന്യരാണല്ലോ എന്ന വിചാരം കുട്ടികളിൽ ഒരുതരം അനാഥത്വവും അന്യതാബോധവും വളർത്താനല്ലേ കാരണവും. മറിച്ചും സംഭവിക്കാം. സ്വന്തം അച്ഛനമ്മമാർ അല്ലാതിരുന്നിട്ടും ഈ വളർത്തച്ഛനും വളർത്തമ്മയും തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ആ കുട്ടിക്ക് കൂടുതൽ സ്നേഹവും നന്ദിയും തോന്നാം. അന്യയും അനാഥയുമാണെന്ന തോന്നൽ ആ കുട്ടിക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുട്ടിയെ കൂടുതൽ പരിഗണിക്കും, സ്നേഹിക്കുകയും ചെയ്തേക്കാം. ഞാൻ താങ്കളോട് വാദിച്ചു ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലി ഞങ്ങൾക്ക് സ്വന്തം മകളാണ്. അവൾക്കാണെങ്കിൽ ഞങ്ങൾ അവളുടെ സ്വന്തം അച്ഛനും അമ്മയാണ്. ഈ ഒരു കല്യാണാലോചനയുടെ പേരിൽ ഞങ്ങൾക്കിടയിലുള്ള ഐക്യവും സ്നേഹവും തകർന്നു പോകരുത്. രാജഗോപാലിൻ്റെ അപേക്ഷ സ്വരമായിരുന്നു. കല്യാണം നടക്കാത്തതിന് ഞാൻ എൻ്റെ മകനോട് ഒരു മറുപടി പറയണ്ടേ? എന്തും വേണമെങ്കിലും പറയാലോ. ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെന്നോ ജാതകം നോക്കിയിട്ട് പൊരുത്തമില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും. ഞാനെന്തിന് എൻ്റെ മകനോട് കള്ളം പറയണം? അതും നിങ്ങൾക്ക് വേണ്ടി. എനിക്കെൻ്റെ മകനോടല്ലേ കൂടുതൽ സത്യസന്ധത വേണ്ടത്. സംഗതി കൈവിട്ടു പോവുകയാണെന്ന് രാജഗോപാലിന് തോന്നി. സന്ദീപ് ഇതറിഞ്ഞാൽ അല്ലിമ അറിയാനിടവരും. അവർ തമ്മിൽ അത്ര അടുപ്പത്തിലാണ്. അവൾ അറിയട്ടെ. അതല്ല നീതി. നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും അവളുടെ മുൻപിൽ അഭിനയിക്കുകയാണ്, അവളുടെ പാരൻസായിട്ട്. വാസ്തവത്തിൽ നിങ്ങൾ ആർമാറാട്ടാണ് നടത്തുന്നത്. നിങ്ങളല്ല അവളുടെ അച്ഛനും അമ്മയും എന്നറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാനുള്ള അവകാശവും അവൾക്കുണ്ട്. ഇത് രണ്ടും നിങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. രാജഗോപാൽ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് എന്നാൽ അതേപ്പറ്റി ചിന്തയില്ലാതെ ഇരുന്നു പോയി. നിങ്ങളുടെ മനസ്സിലിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇവിടെ വരേണ്ടായിരുന്നു. ഈ ഒരു കല്യാണാലോചന പ്രൊസീഡ് ചെയ്യേണ്ടായിരുന്നു. ഈ മുരടൻ മജിസ്ട്രേറ്റിനോട് സംസാരിക്കേണ്ടായിരുന്നു എന്നൊക്കെയല്ലേ? അതെ, അത് തന്നെയാണ്, രാജഗോപാൽ തറപ്പിച്ച് പറഞ്ഞു. കഷ്ടം. സത്യം എല്ലാ കാലത്തും മൂടി വയ്ക്കാൻ പറ്റില്ല രാജഗോപാൽ. അത് ഏതെങ്കിലും വിധത്തിൽ എന്നെങ്കിലും മറനീക്കി പുറത്തു വരും. ചിന്തിച്ച താക്കൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അല്ലി ഞങ്ങളുടെ മകളല്ലെന്ന് അവൾ തിരിച്ചറിയുന്നത് എന്തൊരു വലിയ ഷോക്കായിരിക്കും അവൾക്ക്. അവൾ തകർന്നു പോകും, ഷോക്കാവും. ജയദേവൻ നമ്പ്യാർ സംഭവിച്ചു. എന്നാലും ക്രമേണ അവൾ അതുമായിട്ട് പൊരുത്തപ്പെടും. സത്യം തുറന്നു പറഞ്ഞ് നിങ്ങളോട് അവൾക്ക് നന്ദിയുണ്ടാവും. കാര്യവിവരമുള്ള പെൺകുട്ടിയല്ലേ അവൾ. രാജഗോപാൽ യോജിക്കാനാവാതെ നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ടിരുന്നു. സർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വികാര വിശുദ്ധനായി രാജഗോപാൽ പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ കുറ്റമല്ല. എൻ്റെ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മകനാണ് ആദ്യം ഇങ്ങനെ ഒരു പ്രൊപ്പോസലായിട്ട് വന്നത്. അന്ന് അല്ലിയും ഞങ്ങളത് റിജക്റ്റ് ചെയ്തു. വീണ്ടും നിങ്ങളുടെ മകൻ തന്നെയാണ് മുൻകൈ എടുത്തു വന്നത്. താല്പര്യമില്ലാതിരുന്ന എൻ്റെ മോളെ എങ്ങനെയൊക്കെയോ താല്പര്യപ്പെടുത്തി. ഞങ്ങൾക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. സിവിൽ സർവീസ് എഴുതി എത്രയോ ഉയരത്തിൽ എത്തിച്ചേരേണ്ടവളാണ്. അതിനായി വ്രതമെടുത്തിരുന്നവളാണ്. അവളെ വഴിതെറ്റിച്ചത് നിങ്ങളുടെ മകനാണ്. വഴിതെറ്റിച്ചെന്നോ? അങ്ങനെ തന്നെ പറയണം. നിങ്ങളുടെ മകൻ അവളെ വഴിതെറ്റിച്ച് അവളുടെ ലക്ഷ്യബോധം നശിപ്പിച്ചു. നിങ്ങളുടെ മകനു വേണ്ടി അവൾ സിവിൽ സർവീസ്, അവളുടെ ഫ്യൂച്ചർ, അവളുടെ കരിയർ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അവളെ പ്രേമത്തിൽ പൂട്ടിയിട്ടു. ഇതൊക്കെ നിങ്ങളുടെ മകൻ കാരണമാണ്. അവൻ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്തതാണ്. ഞാനോ എൻ്റെ മകളോ നിങ്ങളുടെ വീട്ടിൽ അപേക്ഷയായിട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ മകൻ്റെ അടുത്ത് വന്നിട്ടില്ല. എല്ലാം തുടങ്ങി വെച്ചത് നിങ്ങളാണ്. വികാര വിക്ഷോഭം കൊണ്ട് ഇരിക്കാനാവാതെ രാജഗോപാൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ എൻ്റെ മകളെ തള്ളിപ്പറയുന്നു. നിങ്ങൾക്ക് ജാതകം വേണം, ജനനത്തീയതി വേണം, നാളും നക്ഷത്രവും വേണം, മണ്ണാങ്കട്ട വേണം. ഇതൊക്കെ മര്യാദയാണോ? ഇതാണോ മര്യാദ? പ്ലീസ് സിറ്റ് ഡൗൺ മിസ്റ്റർ രാജഗോപാൽ. ഇരിക്കൂ. നിങ്ങളിങ്ങനെ ഇമോഷനാകേണ്ട കാര്യമൊന്നുമില്ല. ജാതകം നമ്മളെല്ലാവരും നോക്കുന്നതാണ്. ജാതകപ്പൊരുത്തം തീരെ ഇല്ലെന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും നമ്മളിത് വേണ്ടെന്ന് വയ്ക്കും. അതുപോലെ കണക്കാക്കിയാൽ പോരെ? അതുപോലെ കണക്കാക്കിയാൽ മതി. അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. സന്ദീപിനോട് പറയുക ജാതകം ചേർന്നില്ല. ഞാൻ എൻ്റെ മോളോടും അത് തന്നെ പറഞ്ഞോളും. അതിനപ്പുറം പോകരുത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എൻ്റെ ഭാര്യയോടും മകനോടും എനിക്ക് സത്യമേ പറഞ്ഞേ പറ്റൂ. മറ്റുള്ളവരോട് നമുക്ക് എന്തെങ്കിലും ഒഴിവ് പറയാം. അങ്ങനെയാണെങ്കിൽ സന്ദീപിനോട് പറയണം അല്ലിമ ഒരിക്കലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയരുതെന്ന്. നിങ്ങളങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ പറയാം. സത്യാവസ്ഥ അറിയരുതെന്ന് പറഞ്ഞതിൽ തന്നെ ഒരു അപാകതയുണ്ട്. ചിലപ്പോൾ അവൻ പറഞ്ഞെന്ന് വരില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസിൽ അയപ്പിക്കാൻ സാധ്യതയുണ്ട്. ജയദേവൻ നമ്പ്യാർ സാധാരണ മട്ടിൽ പറഞ്ഞു. എന്തിന്? സ്വന്തം ജനനത്തെയും മാതാപിതാക്കളെയും
തന്നെയും കുറിച്ച് സത്യം അറിയാനുള്ള അല്ലിമയുടെ മൗലികമായ അവകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും അവളുടെ അച്ഛനും അമ്മയെ അഭിനയിച്ച് അവളെ ചീറ്റ് ചെയ്യുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്നതിനെതിരെ അത് കുറ്റകരമാണ്. രാജഗോപാൽ ജയദേവൻ നമ്പ്യാരെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. ഇനി സംസാരിച്ചാൽ പിടിവിട്ടു പോകുമെന്ന് അയാൾക്ക് തോന്നി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നോ മോർ ഡയലോഗ്സ്. ഇതിവിടെ അവസാനിപ്പിക്കാം. മറുപടിക്ക് കാക്കാതെ രാജഗോപാൽ വെട്ടിത്തിരിഞ്ഞ് വാതിക്കലേക്ക് വന്നു. വാതിൽ തുറന്ന് ലോബിയിലേക്ക് ഇറങ്ങി രാജശ്രീയും ശ്രീലക്ഷ്മിയും സംസാരിച്ചുകൊണ്ട് കോണിപ്പടി കയറി വരുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ശുഭിതമായ മുഖം കണ്ട് ശ്രീലക്ഷ്മി അമ്പരന്നു. ലക്ഷ്മി, ഇറങ്ങിക്കോ, പോകാം, രാജഗോപാൽ പറഞ്ഞു. പോകാനോ? നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. രാജശ്രീ അന്തം വിട്ടു. നിങ്ങളുടെ ഹസ്ബൻഡുമായി സംസാരിച്ചു, അത് തന്നെ ധാരാളം. ലക്ഷ്മി, വേഗം പോകണം. എന്താ സംഭവിച്ചത്? രാജശ്രീയുടെ മുഖം വിവരണമായി. രാജഗോപാൽ ശ്രീലക്ഷ്മിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ സ്റ്റെയർ ഇറങ്ങി. സാരി ധരിച്ചതിനാൽ ശ്രീലക്ഷ്മിക്ക് അത്ര വേഗം ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു. രാജഗോപാൽ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് വീണില്ല എന്ന് മാത്രം. രാജഗോപാൽ മുറ്റത്ത് കിടന്ന കാറിൽ ചെന്ന് കയറി. മറുവശത്തു കൂടി ശ്രീലക്ഷ്മിയും കയറി. തിടുക്കത്തിൽ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തോ ആപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെ ശ്രീലക്ഷ്മിക്ക് തോന്നി. എന്തു പറ്റി ഏട്ടാ? ശ്രീലക്ഷ്മി അന്താളിപ്പിച്ച് ചോദിച്ചു. കല്യാണം നടക്കില്ല, രാജഗോപാൽ പറഞ്ഞു. തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. റിവേഴ്സ് എടുത്ത് കാറ് തിരിച്ച് രാജഗോപാൽ ഗേറ്റിന് നേർക്ക് ഓടിച്ചുപോയി. ശ്രീലക്ഷ്മി ചകിതയായി ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. അധ്യായം 22. രാജശ്രീ പാൽക്കടയിൽ നിന്നും ഗേറ്റിലേക്ക് നോക്കിയായിരുന്നു. രാജഗോപാലും ശ്രീലക്ഷ്മിയും കയറിയ കാറ് ഗേറ്റ് കടന്ന് പാഞ്ഞു പോകുന്നതുണ്ട്. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എന്താണ് കാര്യമെന്നറിയാതെ രാജശ്രീ അന്തം വിട്ടു നിൽക്കെ കോണിപ്പടി ഓടിക്കയറി നന്ദന വന്നു. അമ്മ, അവർ പോയല്ലോ, നന്ദന അമ്പരപ്പിച്ചു വെച്ചു. ആ, പോയി. അതെന്താ ഇത്ര പെട്ടെന്ന്? ഞാൻ കണ്ടു പോണത്. ഇതെങ്ങോട്ടാണ് പോണത് എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാതെ രണ്ടുപേരും കൂടെ ഒറ്റപ്പോക്ക്. ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും രണ്ടുപേരും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. എനിക്കും അത്രയൊക്കെ അറിയും. ഞാനും ശ്രീലക്ഷ്മിയും കൂടി സ്റ്റെയർവേസ് കയറുന്നത് നീയും കണ്ടതല്ലേ? ശരിയാണല്ലോ. അങ്കിൾ അച്ഛനുമായിട്ട് ഓഫീസിൽ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ. പെട്ടെന്ന് എന്താ ഉണ്ടായത്? അച്ഛനോട് ചോദിക്കണം. ചിലപ്പോൾ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നിട്ടുണ്ടാവും. എന്നാലും അങ്ങനെ ഇറങ്ങിപ്പോകാവോ? ആരെങ്കിലും ആരോടും പോകുവാണെന്ന് പോലും പറയാതെ പിണങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നല്ലേ അവർക്ക് വേണ്ടിയിട്ട്? നിനക്കറിയാവുന്നത്രേ എനിക്കും അറിയൂ. നീ എന്നോട് ചോദിച്ചിട്ട് ഞാനെന്ത് പറയാനാ? അമ്മ ചെന്ന് അച്ഛനോട് ചോദിക്കും. രാജഗോപാലിൻ്റെ കാറ് മാവേലിക്കര ഹരിപ്പാട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. രാജശ്രീ ഭർത്താവിൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. നെറ്റിയിൽ ഇടതു കൈവിരലുകൾ ഊന്നി കണ്ണുകൾ അടച്ച് ജയദേവൻ നമ്പ്യാർ ഇരിക്കുന്നത് കണ്ടു. കാൽപെരുമാറ്റം കണ്ട് അയാൾ കണ്ണു തുറന്നു. അവർ പോയല്ലോ ചേട്ടാ. പെട്ടെന്ന് പിണങ്ങിപ്പോയ മാതിരി. ആ, പിണങ്ങിപ്പോയതായിരിക്കും. എന്തിനെ? ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് മുഷിഞ്ഞു. മുഷിയാൻ എന്തുണ്ടായി? നന്ദനെ, നീ എന്തിനാ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നത്? ജയദേവൻ നമ്പ്യാർ നീരസത്തോടെ ചോദിച്ചു. ഞാൻ പോയിക്കോളാം. വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വിവരം എത്രയേ ഉള്ളൂ. അവരുടെ മകളുമായിട്ട് കല്യാണം നടത്താൻ പറ്റില്ല. ഷേ, എന്താച്ച കാര്യം? ഇപ്പം തന്നെ അറിയണോ? വേണ്ട, ഞാൻ പോയേക്കാം. അച്ഛൻ അല്പം മുഷിഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി നന്ദന അപ്പോൾ തന്നെ പിൻവാങ്ങി. സത്യമായിട്ടും കല്യാണം നടക്കില്ല ചേട്ടാ. ഇല്ല. ജാതകത്തിൻ്റെ പ്രശ്നമാണോ? താൻ ആ വാതിലടച്ചേക്ക്. രാജശ്രീ വാതിലടച്ചു. പ്രശ്നം ജാതകത്തിൻ്റെ തന്നെയാണ്. സന്ധുവിൻ്റെ ജാതകമായിട്ട് ഒട്ടും പൊരുത്തപ്പെടുന്നില്ലേ? അത് പരിശോധിച്ചാലല്ലേ അറിയാൻ പറ്റൂ. ചേട്ടന് കുറച്ചൊക്കെ അറിയാമല്ലോ. അവരുടെ കുട്ടിക്ക് ജാതകമില്ല, അതാണ് പ്രശ്നം. നമ്മളന്ന് എറണാകുളത്ത് ചെന്നപ്പോൾ അല്ലിമോടെ ജാതകം കാണാനില്ല, പ്രളയം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് മിസ്സായി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ വെറുതെ പറഞ്ഞതാ. ജാതകമില്ലെങ്കിൽ നാളും ഡേറ്റുമൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ. അതും അവർക്കറിയില്ലെന്ന് രാജി. അല്ലിം അവരുടെ മകളല്ല. രാജശ്രീ എന്താളിച്ച് ഭർത്താവിനെ നോക്കി. വിശ്വാസമായില്ലല്ലേ? എനിക്ക് ആദ്യം ഒരു കടങ്കഥ പോലെയാണ് തോന്നിയത്. പിന്നെ ആരുടെ മകളാണ്? അതയാൾ പറഞ്ഞില്ല. പറയേണ്ടതല്ലേ മര്യാദ. ഏതെങ്കിലും ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ആശ്രിതൻ്റെയോ മകളാണോ എന്ന് ചോദിച്ചു. അതുമല്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ കിട്ടി അവർക്കവളെ? അയാളിത് പറയാനൊക്കെ തയ്യാറെടുത്ത് വന്നതാ. പെട്ടെന്ന് അയാൾക്കൊരു വീണ്ടും വിചാരം. എല്ലാം പറഞ്ഞാലും കല്യാണം നടക്കാതിരിക്കുമോന്ന്. ജേട്ടൻ എന്ത് പറഞ്ഞു? നടക്കില്ലെന്ന്. ജാതകമില്ലാത്ത കല്യാണം നടത്താൻ പറ്റുമോ?
അറ്റ്ലീസ്റ്റ് ജനത്തീയതെങ്കിലും അറിയണ്ടേ? അതും അവർക്കറിയില്ലേ? ഇല്ല. ജയേട്ടൻ അവരോട് ചോദിക്കായിരുന്നില്ലേ അവർക്ക് അവളെ എങ്ങനെ കിട്ടിയെന്ന്? ജാതകമില്ലാതെ കല്യാണം നടക്കില്ല, അതൊന്നാമത്തെ കാര്യം. ജനിച്ച തീയതി പോലും അറിയില്ല. അതിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം? ഷീസ് ആൻ ഓർഫൻ. ഓർഫനോ? ആയിരിക്കാം. അവർക്ക് കുട്ടികളില്ലാതിരുന്ന കാലത്ത് ഏതെങ്കിലും ഓർഫനേജിൽ നിന്നോ അഡോപ്റ്റ് ചെയ്തതോ. അല്ലെങ്കിൽ ജനനത്തീയതി അറിയേണ്ടതാണല്ലോ. ഓർഫനേജിൽ നിന്നാണെങ്കിലും ജനനത്തീയതി അറിയാൻ പറ്റില്ലേ? അതെങ്ങനെ അറിയും? പ്രസവിച്ച അന്ന് തന്നെയാണ് അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്? അതോ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നവർ ജനനത്തീയതിയും നാളും നക്ഷത്രവും സമയവും കുറിച്ചൊരു ടാഗ് കുഞ്ഞിൻ്റെ കഴുത്തിൽ കെട്ടിയിടുമോ? ഭർത്താവിൻ്റെ പരിഹാസം രാജശ്രീക്ക് മനസ്സിലായി. ആരുടെ മകളാണെന്ന് പോലും അറിയില്ല അല്ലേ? അതറിയാമെങ്കിൽ ജനനത്തീയതി അറിയാൻ എന്താ ബുദ്ധിമുട്ട്? ആ ഓർഫനേജിന് അറിയാമെങ്കിൽ അതിൻ്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് നോക്കിയാലോ? താൻ എന്തൊക്കെയായി പറയുന്നത്? രാജഗോപാലിൻ്റെ മകളാണെന്ന് വിചാരിച്ചാണ് നമ്മൾ അല്ലിമയും സന്തുവും തമ്മിൽ കല്യാണം ആലോചിച്ചത്. അത് തെറ്റി. ജാതകം ചോദിച്ചപ്പോൾ അതില്ല, ജനിച്ച ഡേറ്റ് അറിയില്ല, ഓർഫനാണെന്ന് വ്യക്തമായി. ഇനി എന്തിനാ നമ്മൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അവരുടെ മകളല്ലെങ്കിൽ തന്നെ ഡിസ്ക്വാളിഫൈഡായി. സന്തുവിനോട് എന്തു പറയും? അവൻ വലിയ പ്രതീക്ഷയില്ല. ഓഫീസിലേക്ക് പോകാൻ പോലും മടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ചാണ് പറഞ്ഞയച്ചത്. അവനോട് നീ ഇക്കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. അല്ലിമയെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാലും അവൻ പിന്മാറുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിച്ചോളാം. എന്തായാലും കല്യാണം നടക്കില്ല അല്ലേ? എത്ര തവണ പറയണത്? ആ രാജഗോപാലിനോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ. അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ആ പെൺകുട്ടിയെ കണ്ട ഒരു ഓർഫനാണെന്ന് തോന്നുന്നു. ആ അച്ഛനും അമ്മയും ഒക്കെ അവളോട് എന്ത് സ്നേഹത്തിലാണ്. അതൊക്കെ അവരുടെ കാര്യം. നമ്മൾ അതൊന്നും ഓർത്ത് തല പോയിക്കണ്ട ചേട്ടാ. സന്തു നമ്മുടേതല്ലേ? അവൻ ഇത് തന്നെ മതിയെന്ന് വാശി പിടിച്ചാലോ? നടക്കില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ജയദേവൻ നമ്പ്യാരുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നു. രാജശ്രീക്ക് മനസ്സിലായി. തൻ്റെ ഭർത്താവ് പറഞ്ഞാൽ അതിന് പിന്നെ മാറ്റമില്ല. പിന്നെ സന്ദീപിൻ്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. അച്ഛനും മകനും തമ്മിൽ ഇതുവരെ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില പിണക്കങ്ങളും നീരസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ. അച്ഛൻ്റെ ചില കടുംപിടുത്തങ്ങളോട്, ചില യാഥാസ്ഥിതിക നിലപാടുകളോട് സന്ദീപ് എതിർപ്പും അമർഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ നേരിട്ടല്ല. അച്ഛനോടുള്ള അമർഷം അമ്മയോട് കലഹിച്ചു തീർക്കുകയാണ് പതിവ്. സന്ദീപിന് അങ്ങനെ അനിഷ്ടവും അപ്രീതിയും അസ്വാരസ്യങ്ങളും തോന്നിയിട്ടുണ്ടെന്ന് രാജശ്രീ ഭർത്താവിനെ അറിയിച്ചിട്ടുമില്ല. തൻ്റെ പല വിയോജിപ്പുകളും അമ്മ അച്ഛനെ അറിയിക്കണമെന്ന് സന്ദീപിന് ആഗ്രഹമുണ്ടായിരുന്നു. അതേപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ രാജശ്രീ പറയും, അച്ഛനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞേക്കണം. എന്തിനാണ് ഒരു മീഡിയേറ്റർ? നല്ലപോലെ ആലോചിച്ച് രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ജയദേവൻ നമ്പ്യാരുടേത്. അത് ഉറച്ച വിശ്വാസങ്ങളും തീരുമാനങ്ങളുമാണ്. ദൈവത്തിന് തെറ്റുപറ്റാറില്ല എന്നാണ് ദൈവത്തിൻ്റെ വിശ്വാസം. തെറ്റുപറ്റിയാലും അത് സമ്മതിച്ചു തരികയില്ല. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഉറപ്പിച്ചതാണ് ദൈവം ഓരോന്നും ചെയ്യുന്നത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. വല്ലാത്തൊരു ടേണിംഗ് പോയിന്റിലാണ് കഥ ചെന്ന് നിൽക്കുന്നത്. വീണ്ടും കാണാം. ശുഭദിനം.